ലോകപ്രശസ്തമായ തക്ഷശില സർവകലാശാലയിലെ അധ്യാപകനായിരുന്നു ചാണക്യൻ. സാമ്പത്തിക ശാസ്ത്രം, രാഷ്ട്രതന്ത്രം, സൈനിക ശാസ്ത്രം, നയതന്ത്രം എന്നിവയ്ക്കൊപ്പം സാമൂഹ്യ ശാസ്ത്രത്തിലും ചാണക്യന് ആഴത്തിലുള്ള ധാരണയുണ്ടായിരുന്നു. തന്റെ പഠനത്തിൽ നിന്നും ജീവിതാനുഭവത്തിൽ നിന്നും ചാണക്യൻ ആർജിച്ച അറിവുകളെയെല്ലാം അദ്ദേഹം ചാണക്യനീതി എന്ന ഗ്രന്ഥത്തിൽ സമാഹരിച്ചു വച്ചിട്ടുണ്ട്. മനുഷ്യജീവിതത്തിലെ ബാധിക്കുന്ന മിക്കവാറും എല്ലാ വിഷയങ്ങളെക്കുറിച്ചും ചാണക്യനീതിയിൽ പറയുന്നുണ്ട്. ചാണക്യന്റെ തത്വചിന്തകൾ ഇന്നത്തെ കാലത്തും പ്രസിദ്ധമാണ്. ഇവ പാലിക്കുന്നതിലൂടെ നിങ്ങൾക്ക് ജീവിതത്തിലെ പല പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ സാധിക്കും. ഓരോ വ്യക്തിക്കും തന്റെ ജീവിതത്തിൽ വിജയം നേടാൻ ആഗ്രഹിക്കുന്നു, എന്നാൽ എല്ലാവരും വിജയിക്കുന്നില്ല. ചാണക്യൻ തന്റെ നയത്തിൽ അത്തരം നിരവധി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് പാലിക്കുന്നതിലൂടെ ഒരു വ്യക്തിക്ക് വിജയത്തിന്റെ പടവുകൾ എത്താൻ സാധിക്കും. ചാണക്യനീതിയിൽ മനുഷ്യനെ വിജയത്തിൽ നിന്നും അകറ്റി നിർത്തുന്ന ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ ചില ശീലങ്ങൾ നിങ്ങളുടെ ജീവിത വിജയത്തിന് തടസ്സമായി നിൽക്കുമെന്ന് ചാണക്യൻ പറയുന്നു. ഒരു മനുഷ്യനെ വിജയത്തിൽ നിന്ന് അകറ്റി നിർത്തുന്ന ചാണക്യൻ പറഞ്ഞ അത്തരം ചില കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഈ വീഡിയോയിലൂടെ നമുക്ക് ഒരുമിച്ച് മനസ്സിലാക്കാം. ഒന്നാമതായി, അച്ചടക്കമില്ലായ്മ. ഒരു വ്യക്തിയുടെ ഉള്ളിൽ അച്ചടക്കം ഉണ്ടായിരിക്കേണ്ടത് വളരെ പ്രധാനമാണെന്നും അച്ചടക്കമില്ലാത്തവർക്ക് വിജയം നേടുന്നത് വളരെ ബുദ്ധിമുട്ടാണെന്നും ചാണക്യൻ പറയുന്നു. ജീവിതത്തിലും ഓരോ ജോലിയിലും അച്ചടക്കം പാലിക്കുന്നവർ വളരെ വേഗത്തിൽ വിജയം കൈവരിക്കുന്നു. അച്ചടക്കമില്ലാതെ ചെയ്യുന്ന ജോലി ഒരിക്കലും വിജയകരമായി പൂർത്തിയാക്കാൻ കഴിയില്ല. രണ്ടാമതായി, അലസത ഉപേക്ഷിക്കുക. ചാണക്യന്റെ അഭിപ്രായത്തിൽ അലസതയാണ് ഒരു വ്യക്തിയുടെ വിജയത്തിൽ ഏറ്റവും വലിയ തടസ്സമായി നിലനിൽക്കുന്നത്. അലസത ഉപേക്ഷിക്കാൻ കഴിയാത്ത ആളുകൾ എപ്പോഴും വിജയത്തിൽ നിന്നും അകലെയായിരിക്കും. അതിനാൽ വിജയം നിറഞ്ഞ ജീവിതത്തിനായി നിങ്ങൾ അലസത വെടിയുക, കഠിനാധ്വാനം ചെയ്യുക. മൂന്നാമതായി, ജോലി മാറ്റിവെക്കുന്ന ശീലം. ഇന്നത്തെ ജോലി ഒരിക്കലും നാളത്തേക്ക് മാറ്റിവെക്കരുതെന്ന് ചാണക്യനീതിയിൽ പറയുന്നു. ഇങ്ങനെ ചെയ്യുന്നവർക്ക് എപ്പോഴും വൈകിയാണ് വിജയം ലഭിക്കുക. അതിനാൽ നിങ്ങളുടെ ജോലികൾ എന്താണോ അതെല്ലാം അന്നന്ന് തീർത്ത ശേഷം മാത്രം വിശ്രമിക്കുക. നാലാമതായി, അത്യാഗ്രഹം. ചാണക്യന്റെ അഭിപ്രായത്തിൽ എല്ലാ ദുഃഖങ്ങൾക്കും കാരണം അത്യാഗ്രഹമാണ്. അത്യാഗ്രഹം നിറഞ്ഞ ഒരു ജീവിതം നിങ്ങളെ ഒരിക്കലും വിജയത്തിലെത്തിക്കില്ല. ഇത്തരക്കാർക്ക് എപ്പോഴും ജീവിതത്തിൽ ദുഃഖമായിരിക്കും. ആഗ്രഹങ്ങൾ നിറവേറ്റാതെ ഒരിക്കലും സന്തോഷമുണ്ടാകില്ല. അതിനാൽ അത്യാഗ്രഹമില്ലാതെ ജീവിക്കുക. നിങ്ങൾക്ക് തീർച്ചയായും നിരാശപ്പെടേണ്ടി വരില്ല. അഞ്ചാമതായി, കോപം. ചാണക്യന്റെ അഭിപ്രായത്തിൽ ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയ ശത്രു കോപമാണ്. അതുകൊണ്ടാണ് അതിനെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും അകറ്റി നിർത്താൻ പറയുന്നത്. കോപത്തിൽ ഒരു വ്യക്തിക്ക് നല്ലതും ചീത്തയും തമ്മിലുള്ള വ്യത്യാസം വേർതിരിച്ചറിയാൻ കഴിയില്ല. കോപ സ്വഭാവം നിറഞ്ഞ ജീവിതം നിങ്ങളെ എവിടെയും എത്തിക്കുകയുമില്ല. വിജയം നേടണമെങ്കിൽ കോപ സ്വഭാവം വെടിയുക. ആറാമതായി, കള്ളത്തരം. വിജയം നേടാൻ ഒരു വ്യക്തി ഒരിക്കലും തെറ്റായ അല്ലെങ്കിൽ തെറ്റായ പാത സ്വീകരിക്കരുതെന്ന് ചാണക്യൻ പറയുന്നു. അത്തരം വിജയം അധികകാലം നിലനിൽക്കില്ല. ഒരാൾ എപ്പോഴും സത്യത്തെ പിന്തുടരണം. കള്ളം പറയുന്ന ശീലം ഒരു വ്യക്തിയെ ദുർബലനാക്കുന്നു എന്ന് ചാണക്യൻ പറയുന്നു. കള്ളം പറയുകയോ കള്ളം പറയുന്നതിനെ വിശ്വസിക്കുകയോ ചെയ്യരുത്. കള്ളത്തരത്തോടെയുള്ള ജീവിതം നിങ്ങളെ പലപ്പോഴും ജീവിതത്തിൽ പിന്നോട്ടടിക്കുന്നു. പുരോഗതി വേണമെങ്കിൽ നേർവഴിക്ക് ജീവിക്കുക. ഏഴാമതായി, സമയത്തിന്റെ വില മനസ്സിലാക്കാതെയുള്ള ജീവിതം. ചാണക്യന്റെ അഭിപ്രായത്തിൽ സമയത്തിന്റെ വില അറിയാതെ ജീവിക്കുന്നവൻ ഒരിക്കലും ജീവിതത്തിൽ വിജയിക്കില്ല. സമയത്തെ ബഹുമാനിക്കുന്നവരെ സമയവും തിരിച്ചു ബഹുമാനിക്കുന്നു. അതിനാൽ സമയം പാഴാക്കാതെ നിങ്ങളുടെ ലക്ഷ്യത്തിനായി കഠിനാധ്വാനം ചെയ്യുക. എട്ടാമതായി, ധൂർത്ത്. പണം വളരെ കരുതലോടെ ഉപയോഗിക്കണമെന്ന് ചാണക്യനീതിയിൽ പറയുന്നുണ്ട്. ഉപയോഗശൂന്യമായ പ്രവൃത്തികൾക്കായി ഒരിക്കലും പണം ചെലവഴിക്കരുത്. അതുപോലെ അനാവശ്യമായി ധൂർത്ത് കാണിക്കുന്നവരും പ്രശ്നത്തിലാകും. ജീവിതത്തിൽ നിങ്ങളുടെ പുരോഗതിക്ക് തടസ്സമായി നിൽക്കുന്ന ഒന്നാണ് ധൂർത്ത്. അതിനാൽ വിജയങ്ങൾ സ്വന്തമാക്കണമെങ്കിൽ നിങ്ങൾ ധൂർത്ത് ഒഴിവാക്കണം. പണം വളരെ വിവേകത്തോടെ ഉപയോഗിക്കണം. കൂടുതൽ അറിവുള്ള വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.